ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ഫോളോവിംഗ് ആണ്. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ഡി ആണോ? ഓക്കെ, ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയാണ് റൈറ്റ് ആൻസർ വരുന്നത്. ആരുടെയൊക്കെയോ മൈക്ക് ഓൺ ആണ് കേട്ടോ. മാളവ്യ മിഷൻ സ്കീം എന്നുള്ളത് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് മാളവ്യ മിഷൻ സ്കീം എന്നുള്ളത്. അതേപോലെ വിദ്യാഞ്ജലി എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷൻസിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ടാത്തടത്തൂടെ എല്ലാം കൊണ്ട് ദീർഘ വിട്ടു വെച്ചത് വേണ്ടടത്തോട്ടിട്ടോ അതേതാ പല്ലാപ്പറമ്പില് മൈക്കാണ് അൺമ്യൂട്ട്. വിദ്യാഞ്ജലി എന്നുള്ളത് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെമഡിയൽ ക്ലാസ്സസിലൂടെയും അതേപോലെ ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് വിദ്യാഞ്ജലി എന്നുള്ളത്. ഗ്യാൻ എന്നുള്ളത് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് അക്കാദമിക് നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ ഫുൾ നെയിം. ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് ഗ്ലോബലി ഡോക്ടറേറ്റഡ് ആയിട്ടുള്ള സ്കോളേഴ്സ്, സയന്റിസ്റ്റ് ഇവരെയൊക്കെ നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റുഡൻസിന് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ലഭിക്കുക എന്നുള്ള ഒരു എയിമോട് കൂടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് ഗ്യാൻ എന്നുള്ളത്. ഗ്യാൻ 2015 കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇഷാൻ ഉദയ് നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻസിന് ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കോളർഷിപ്പ് ആണ് ഇഷാൻ ഉദയ് എന്നുള്ളത്. ഉദയ് എന്ന് പറയുന്നത് എന്താ, സൂര്യൻ ഉദിക്കാന്ന് പറയാലോ അല്ലെ. അപ്പം എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്? ഈസ്റ്റിലാണല്ലേ. നോർത്ത് ഈസ്റ്റ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഹലോ രശ്മ, ഒന്ന് മ്യൂട്ട് ആക്കാമോ? ഉന്നത് പ്രൊമോട്ടിംഗ് സ്കിൽസ് ഫസ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഓക്കെ, പ്രീവിയസ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് ആക്കട്ടെ. PYQs ആണ് കേട്ടോ. ലാസ്റ്റ് സെഷൻ അതായത് ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹയർ എഡ്യൂക്കേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? 2014 ലോഞ്ച് ചെയ്തിട്ടുള്ള ഉന്നത് ഭാരത് അഭിയാൻ എന്തിനു വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്? ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഓപ്ഷൻ സി. യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കാം. 2014 ലോഞ്ച് ചെയ്ത ഉന്നത് ഭാരത് അഭിയാൻ എന്നുള്ള ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്
ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അതേപോലെ വില്ലേജസിനെയും സൊസൈറ്റീസിനെയും കണക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഉന്നത് ഭാരത് അഭിയാൻ എന്നുള്ളത്. 2014 അത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളത് ആൻസർ ചെയ്ത് നോക്കൂ. റേഞ്ച് പോകുന്നുണ്ടോ? പ്രീവിയസ് സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? പ്രീവിയസ് സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? പ്രീവിയസ് സ്ലൈഡ്. ഓക്കെ, റേഞ്ച് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് സ്ലൈഡ് ആകട്ടെ. ഓക്കെ ഓക്കെ മാം, ഓക്കെ മാം. ആൻസർ എന്താണ്? റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെന്റ് എയും ഡിയും ആണ്. UGC റെഗുലേഷൻസ് ഫോർ പ്ലാജിയാരിസം അലോ 10% സിമിലാരിറ്റി ഇൻഡെക്സ് എന്നുള്ളത്. ഓക്കെ, ഈ പ്ലാജിയാരിസത്തിൽ 3 കാറ്റഗറീസ് അല്ലേ? ഏതൊക്കെയാണ് 3 കാറ്റഗറീസ്? 10% വരെ UGC അലോ ചെയ്യുന്നുണ്ട്. പിന്നെ 2 കാറ്റഗറീസ് കൂടി ഇല്ലേ? അല്ല, പെർസെന്റേജ് കാറ്റഗറീസ് ഇല്ലേ? യെസ്, 10 to 40, പിന്നെ 40 to 60, പിന്നെ 60 അപ്പോ അല്ലെ. സോ 10% വരെയുള്ള പ്ലാജിയാരിസം UGC അലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ the emphasis on mother tongue as medium of instruction was first suggested by NEP 2020. NEP 2020 മദർ ടങ് ആദ്യമായിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് മദർ ടങ് വേണമെന്നുള്ള ഇത് പറയുന്നതെന്നാ പറയുന്നത്. പക്ഷെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മദർ ടങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം വരുന്ന 1968 പിന്നെ അതിനുശേഷം വരുന്ന 1986 എന്തുണ്ട്? ഈ മദർ ടങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടെന്നുള്ളതാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഓക്കെ, നിങ്ങൾക്കറിയാം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ളത് ഏത് പോളിസിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? NEP 2020. NEP-ലല്ലേ? 86 ബ്ലാക്ക് ബോർഡ് NEP-ലാണ്, പക്ഷെ അത് 1986 86 മാം. 2020 അല്ല, 1986 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഡി പറയുന്നത് പോലെ അത് കറക്റ്റ് ആണ്. നമ്മളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 10+2+3 എന്നുള്ള ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് 5+3+3+4 എന്നുള്ള ആ ഒരു സിസ്റ്റം വേണമെന്നുള്ള റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് NEP 2020 എന്നുള്ളത്. ഓക്കെ, എക്സ്പ്ലനേഷൻ ആണിത്. വീണ്ടും മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ സി ആട്ടോ. ഓപ്ഷൻ സി മാം. പ്രീവിയസ് സ്ലൈഡ് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്ലൈഡ് മൂവ് ചെയ്യട്ടെ.
ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അങ്ങനെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെയാണ് അല്ലെ. NCT എന്ന് പറയുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻസിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ് NCT എന്നുള്ളത്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നാണ് അതിന്റെ ഫുൾ നെയിം. ഓക്കെ, NCERT എന്നുള്ളത് സ്കൂൾ കരിക്കുലം ഡിസൈൻ ചെയ്യുക, അതേപോലെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന്റെ മോഡൽ ഇറക്കുക, ഇതൊക്കെയാണ് NCERTയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് NCERTയുടെ ഫുള്ള്. NAAC എന്ന് പറയുന്നത് അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ്. അതേപോലെ സ്വയം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് അല്ലെ. ക്ലാസ് റൂം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒരു മിനിറ്റ്. നമുക്ക് സൂമിൽ അങ്ങനെ അറിയില്ല. ആർക്കെങ്കിലും അറിയോ എവിടെയാണ് ഇങ്ങനെ മ്യൂട്ട് ആക്കാന്നുള്ളത്? ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പാർട്ടിസിപ്പൻസിന്റെ അവിടെ പോകുമ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഹോസ്റ്റിന് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഓപ്ഷൻ. എല്ലാ ബാക്കിയുള്ളവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയുമോ പെട്ടെന്ന്? പാർട്ടിസിപ്പൻസിൽ തന്നെയാ. പാർട്ടിസിപ്പൻസ് നോക്കി മാം, പാർട്ടിസിപ്പൻസിൽ മ്യൂട്ട് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് മ്യൂട്ട് ആക്കാൻ പറ്റുന്നുണ്ടോ? സോറി, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, സോ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എന്താണ് ആൻസർ? എന്താണ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് അല്ലേ? ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ് എന്നുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇയർ ഏതാണെന്ന് അറിയോ? ഡൽഹി യൂണിവേഴ്സിറ്റി ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? യെസ്, വെരി ഗുഡ്. 1922 ഡൽഹി യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോ? യെസ്, 1956 ആണ്. NCERT എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? യെസ്, 1961 വെരി ഗുഡ്. യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്? 1887. യെസ്. ആൻഡ് IGNOU
ഇതിന് ഒരു ഇയർ ആണ് 1985. സോ ഫസ്റ്റ് ഏതാ വരിക? യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓപ്ഷൻ ഡിയും ഉണ്ട് ബിയും ഉണ്ട് വരുന്നത്. പിന്നെ സി ആണോ എ ആണോ ആദ്യം വരിക എന്നുള്ളത് നോക്കിയാൽ മതി അല്ലെ. ഡൽഹി യൂണിവേഴ്സിറ്റി 1922 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ 1956 NCERT വരുന്നത് 1961 പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ് 1887. അപ്പം ഇതിൽ ആദ്യത്തെ ഇത് വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ് ആണ്. പിന്നീട് വരുന്നതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, പിന്നീട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, പിന്നീട് NCERT, ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇഗ്നോണ് 1985. ഓക്കെ അല്ലേ? സിമ്പിൾ ആണല്ലേ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് എ ആണെന്ന്. ആൻസർ എ തന്നെയാണ്. ബുദ്ധിസ്റ്റ് ലേണിംഗ് സെന്റർ ആണ് നളന്ദ യൂണിവേഴ്സിറ്റി. ഈ നളന്ദ യൂണിവേഴ്സിറ്റി ഇന്നത്തെ ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഇന്നത്തെ ഏത് സ്റ്റേറ്റിലാണ്? യെസ്, വെരി ഗുഡ്, ബീഹാറിലാണ് കേട്ടോ. ബീഹാറിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി. ആരാണ് അത് ഡിസ്ട്രോയ് ചെയ്യുന്നതെന്ന് അറിയോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരെ UGC യെസ്, ബക്തിയാർ ഖിൽജി ആണത് ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളത്. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ മെയിൻ സെന്റർ ആയിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ഇനി നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാവലർ ഉണ്ട്, പേരെന്താണെന്നറിയോ? ട്രാവലർ, ഒരു ചൈനീസ് ട്രാവലർ. യെസ്, ഹ്യൂൻസ് ആണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കൂ. എന്തിന്റെ ഭാഗമായിട്ടാണ് റൂറലിലുള്ള പുവർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നവോദയ വിദ്യാലയസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ആൻസർ എന്താണ്? യെസ്, റൈറ്റ് ആൻസർ വരുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. നമ്മൾ വേറൊരു കാര്യം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ളത് പറഞ്ഞല്ലോ, ഏതാണത്? യെസ്, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കട്ടോ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡും ഇതേപോലെ ഈ നവോദയ വിദ്യാലയാസും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിലാണ്. പിന്നെ ഓക്കെ, ഈ നവോദയ വിദ്യാലയസ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്കൂൾസ് ആണ്. ഈ റൂറൽ ഏരിയയിലെ സ്റ്റുഡൻസിന് റെസിഡൻഷ്യൽ ആയിട്ട് നിന്ന് പഠിച്ച് റൂറൽ ഡെവലപ്മെന്റിനെ എയിം ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കൂളാണ് നവോദയ വിദ്യാലയസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബി തന്നെയാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഗവൺമെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? 6% GDP-യുടെ 6% എഡ്യൂക്കേഷനിൽ ഈ വർഷം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ NEP പ്രകാരം 2020 NEP പ്രകാരം അങ്ങനെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും, അതായത് GDP-യുടെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, ഒരു റീസെന്റ് ഇയേഴ്സിൽ 3 to 4% വരെയുള്ള GDP മാത്രമാണ് എഡ്യൂക്കേഷൻ സെക്ടറിന് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്.
സോ ആ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത് കർണാടക ഗവൺമെന്റ് സുഖദേവ് തൊറാട്ടിന്റെ അണ്ടറിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ NEP 2020 ചെയർ ചെയ്തിട്ടുള്ളത് കെ കസ്തൂരി രംഗനാണ്, കെ കൃഷ്ണകുമാർ അല്ല. ഓക്കെ, അത് NEP 2020 ചെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കസ്തൂരി രംഗനായിരുന്നു. സോ സ്റ്റേറ്റ്മെന്റ് ബി, സി ആൻഡ് ഇ ആണ്. NEP 2020 പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ആൻഡ് ഫിലാന്ത്രോപിക് പാർട്ടിസിപ്പേഷൻ. എഡ്യൂക്കേഷനിലെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒക്കെ NEP 2020 പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ദിവസം നോക്കല്ലേ. എന്താണ് ആൻസർ? എന്താണ്? ഹയർ എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ്. ഹയർ എഡ്യൂക്കേഷന്റെ മറ്റൊരു പേരെന്താ? ബി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ എന്താന്നുള്ളത്. ഓക്കെ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ എന്നുള്ളത്. ഹയർ എഡ്യൂക്കേഷനെ പറയുന്ന മറ്റൊരു പേരാണ് ടേർഷ്യറി എഡ്യൂക്കേഷൻ. അതായത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് ആദ്യത്തെ എഡ്യൂക്കേഷൻ എന്താ പറയാ, പ്രൈമറി എഡ്യൂക്കേഷൻ. പിന്നെ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻസ് എന്താണ്? +1 +2 നമ്മൾ എന്താ പറയാ, സെക്കൻഡറി എഡ്യൂക്കേഷൻസ് എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ടെർഷ്യറി എഡ്യൂക്കേഷനിലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? യെസ്, ഇത് PYQs ആണ് കേട്ടോ. ഇപ്പം ഈ കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ കാണിക്കൂ ലാസ്റ്റ്. എങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യനോ? മീൻസ് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ അല്ലേ? Okay. ഇനി ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. 8th ക്വസ്റ്റ്യൻ ഒക്കെ ഇതിന് മുമ്പുള്ള നിങ്ങൾ ഓരോന്നൊപ്പം ഇട്ടാൽ മതി. ഇതിന്റെ ആൻസർ എന്താണ്? ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ എന്താന്നുള്ളത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സ്റ്റേറ്റ്മെന്റ് എയും സ്റ്റേറ്റ്മെന്റ് ഇയും ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ഓൺ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്താണ് അറിയോ? സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരുപോലെ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലാണ് ഉള്ളത്. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഇസ് ദ ചാൻസലർ ഓഫ് ഓൾ സെൻട്രൽ ഓർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അതേപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ ചാൻസലർ ആണ് അവിടുത്തെ ഗവർണർ എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ മാത്രമാണ് ഗവൺമെന്റ്, അല്ലാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഗവർണർ അല്ല, ചാൻസലർ അല്ല ഗവർണർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രസിഡന്റ് ഇസ് ദ ചാൻസലർ ഓഫ് എവറി യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. പ്രസിഡന്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വിസിറ്റർ മാത്രമാണ്, ചാൻസലർ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ കോൺവെക്കേഷൻ സെറമണി ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് വിസിറ്റർ ആയിട്ടാണ് പ്രസിഡന്റ് ഉള്ളത്. ഓക്കെ, പിന്നെ ഓൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗെറ്റ് ഫിനാൻഷ്യൽ അലോക്കേഷൻ ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ഇല്ല കേട്ടോ. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഏത് ടൈപ്പ് എഡ്യൂക്കേഷൻ ആണ് അതിനൊക്കെ അനുസരിച്ചായിരിക്കും ഫിനാൻഷ്യൽ അലോക്കേഷൻ നടത്തുക. അല്ലാതെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊന്നും സെൻട്രൽ ഗവൺമെന്റ് ഫിനാൻഷ്യൽ അലോക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ കളക്റ്റഡ് എഡ്യൂക്കേഷൻ സെസ് ഗോസ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പം എഡ്യൂക്കേഷൻ സെസ് നേരെ സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് എയും ഇയും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓപ്ഷൻ ബി എങ്ങനെയാണ് തെറ്റായത്? ഓപ്ഷൻ ബി എന്തായിരുന്നു? ഓപ്ഷൻ ബിയിൽ ബിയും സിയും റൈറ്റ് എന്നല്ല പറയുന്നത്. ബിയും സിയും റൈറ്റ് അല്ല. കാരണം ഗവർണേഴ്സ് ഒരു സ്റ്റേറ്റിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെയും ചാൻസലേഴ്സ് അല്ല. ആ സ്റ്റേറ്റിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ കേരള യൂണിവേഴ്സിറ്റി, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ ചാൻസലർ ആണ് ഗവർണർ എന്നുള്ളത്. അതേപോലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വിസിറ്റർ ആണ് പ്രസിഡന്റ് എന്നുള്ളത്, ചാൻസലർ അല്ല കേട്ടോ. ഓപ്ഷൻ ബി അല്ലാത്തത്. ഓക്കെ, സൗണ്ട് കുറവാണോ? കേൾക്കുന്നില്ല? ഓഡിബിൾ അല്ല? ഓക്കെ ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്?
യെസ് യെസ്. റൈറ്റ് ആൻസർ എന്താണ്? യെസ്, ഓപ്ഷൻ ഡി ആണ്. AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഇന്ത്യയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. യെസ്, AICTE ആണ്. NPTEL എന്ന് പറയുന്നത് IITസും IIScസും ഓക്കെ IIScസും കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് NPTEL എന്നുള്ളത്. ഓക്കെ, NPTELന്റെ ഫുൾ എന്താണെന്നറിയോ? എന്താണ് NPTELന്റെ ഫുൾ? NPTELന്റെ ഫുൾ? യെസ് യെസ്, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. അത് കൊണ്ടുവന്നിട്ടുള്ള IITസും IIScസും ജോയിന്റ് ആയിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് NPTEL എന്നുള്ളത്. NCERT നമ്മൾ നേരത്തെ പറഞ്ഞുള്ളത് എഡ്യൂക്കേഷന്റെ കരിക്കുലം ഡെവലപ്മെന്റിനും അതേപോലെ എന്താ ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ് NCERT എന്നുള്ളത്. NCT എന്നുള്ളത് ടീച്ചർ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് NCT എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ? ആൻസർ എന്താണ്? ദ ഫോളോവിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലേണിംഗ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആൻസർ എന്താണ്? നമ്മള് തൊട്ട് മുമ്പ് അല്ലെ ഒരു PYQ ചെയ്ത സമയത്ത് നമ്മൾ നളന്ദ എന്താന്നാ പറഞ്ഞിരുന്നത്? നളന്ദ ഏത് എഡ്യൂക്കേഷന് ഫേമസ് ആയത്? യെസ്, ബുദ്ധിസ്റ്റ് ആണല്ലേ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. കാരണം B4 വരുന്ന ആകെ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ, D. സോ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ വന്നിട്ടുള്ളത്. തക്ഷശില എന്നുള്ളത് ബ്രാഹ്മണിക്കൽ സെന്റർ ഓഫ് ലേണിംഗ് ആയിരുന്നു. എവിടെയായിരുന്നു തക്ഷശില ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? തക്ഷശില ലൊക്കേറ്റ് ചെയ്ത സ്ഥലം യെസ് പാകിസ്ഥാനിലെ ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിൻസിലാണ്. യെസ്, കറന്റ് പാകിസ്ഥാനിലാണ് തക്ഷശില ഉള്ളത്. ബ്രാഹ്മണിക്കൽ സെന്റർ ഓഫ് ലേണിംഗ് ആയിരുന്നു തക്ഷശില എന്നുള്ളത്. നളന്ദ ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ് ആണ്, ബീഹാറിലാണ് നളന്ദ ഉള്ളത്. വിക്രമശില താന്ത്രിക് ബുദ്ധിസത്തിന് പേരുകേട്ട യൂണിവേഴ്സിറ്റി ആണ് വിക്രമശില എന്നുള്ളത്. സോ വിക്രമ രണ്ടിലും ക്ര, മറ്റേതിൽ ഇന്ദ്ര, താന്ത്രിക് ഒക്കെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. വിക്രമശില താന്ത്രിക് ബുദ്ധിസം, പിന്നെ ബനാറസ് ആൻഡ് നവദ്വീപ് എന്നുള്ളത് സംസ്കൃത് ലേണിംഗിന് പേരുകേട്ട യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. യെസ്, വിക്രം തന്ത്രകഥകൾ. ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടേതായ വാക്കുകളിൽ ഇങ്ങനെ ഓരോ കണക്ഷൻ ഉണ്ടാക്കി പഠിക്കുക. അത് കേൾക്കുമ്പോൾ ചിലപ്പോ കോമഡി ആയിട്ടൊക്കെ തോന്നും. മിഥില ന്യായ യൂണിവേഴ്സിറ്റിക്ക് സോറി ന്യായ ഫിലോസഫിയുടെ സെന്ററിലായിരുന്നോ? അല്ലെ?
ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ്. ആൻസർ എന്താണ്? അടുത്ത സ്ലൈഡോ? ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ആൻസർ എന്താണുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ആദ്യമായിട്ട് ഓക്കെ ഇതില് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഏത് ഇയർ ആണെന്ന് അറിയോ നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? യെസ്, 1987. അതായത് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇഗ്നോ എന്നുള്ളത് 1985-ലാണല്ലോ. 2 വർഷം കഴിഞ്ഞിട്ട് 1987-ലാണ് അടുത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റി നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു മിനിറ്റ്. നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1987-ല്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മധ്യപ്രദേശ് ഭോജ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1991-ല്. പിന്നീട് കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1992-ല്. നേതാജി സുഭാഷ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1997-ല്. പിന്നെ രാജശ്രീ തണ്ടോൺ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1999. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഒന്നുകിൽ ഇയർ പഠിക്കുക, അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഇത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ചിലപ്പം അതിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും ഈ NTA-ന്റെ ഒരു ട്രിക്ക് എന്താന്ന് വെച്ചാല് ഓപ്ഷൻസ് എപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആയിരിക്കും. അങ്ങനെയാണ് പൊതുവിൽ ഉണ്ടാവാറ്. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിക്കൊന്നും അങ്ങനെ ചോദിക്കാറില്ല പൊതുവിൽ NTA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ. ഇതിന്റെ ICT-യിൽ വരുന്നതാണോ അതോ ഹയർ എഡ്യൂക്കേഷൻ ആവാൻ സാധ്യതയില്ല. നളന്ദ ആൻഷ്യന്റ് അല്ലേ? നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. മീൻസ് ആൻഷ്യന്റിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, നളന്ദ യൂണിവേഴ്സിറ്റി. 1987-ല് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇത് നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. സെയിം പേരിൽ തന്നെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. യെസ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇൻഫോർമേഷൻ ടെക്നോളജിക്കാണ് ഈ 10th 5-year പ്ലാനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. 10th 5-year plan places central importance on information technology as a catalyst for economic and social advancement, aiming
to harness IT for better service delivery and increase the employment opportunities. Okay, employment opportunities ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, എക്കണോമിക് സോഷ്യൽ അഡ്വാൻസ്മെന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം ആയിരുന്നു 10th 5-year പ്ലാനിൽ. സോ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിക്കായിരുന്നു. ഓക്കെ, how to connect anybody now? എന്താണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ നമുക്ക്? ഓക്കെ, 1884 LLD ഡിഗ്രീസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓക്കെ ഓക്കെ, ഓപ്ഷൻ സി പറയുന്നുണ്ട്, എ ബി സി അല്ലെ, കൽക്കത്ത, ബോംബെ, മദ്രാസ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ആദ്യം വരുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? ആദ്യത്തെ യൂണിവേഴ്സിറ്റി? യെസ്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. 1857 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ സെയിം ഇയർ തന്നെയാണ് ബാക്കിയുള്ള രണ്ട്, അതായത് ബോംബെയും മദ്രാസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ ഓർഡറും അങ്ങനെ തന്നെ കേട്ടോ, കൽക്കട്ട ഫസ്റ്റ്, പിന്നീട് ബോംബെ, പിന്നെ മദ്രാസ്, ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ. അപ്പോൾ 1884 ഈ ഒരു LLD ഡിഗ്രി ഓഫർ ചെയ്യാനുള്ള പെർമിഷൻ ഈ 3 യൂണിവേഴ്സിറ്റീസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലഹബാദ് യൂണിവേഴ്സിറ്റി നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ, ഏത് ഇയർ ആണ് അലഹബാദ് യൂണിവേഴ്സിറ്റി? യെസ്, 1887. സോ 1884 ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. പിന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഏത് ഇയർ ആണ്? അറിയോ പഞ്ചാബ് യൂണിവേഴ്സിറ്റി? നയൻറ്റീൻ 15 ആണോ? 1882 അല്ലേ പഞ്ചാബ് യൂണിവേഴ്സിറ്റി? യെസ്, 1882 പഞ്ചാബ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. The university is permitted to confer honorary LLD degrees in 1884 were Calcutta, Bombay, Madras. അപ്പോൾ ഈ 3 യൂണിവേഴ്സിറ്റികൾക്കായിരുന്നു 1884 LLD ഡിഗ്രീസ് ഓഫർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നത്. Allahabad and Punjab universities were not granted this power at that time. 16th question. UGC Committee on Welfare and Allied Matters 1965 was headed by ആരായിരുന്നു? ഒന്നുകൂടി സൗണ്ട്, ഇത് സൗണ്ട് ഇല്ല. ലാസ്റ്റ് സ്ലൈഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്ലൈഡ് പോട്ടെ. എ പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. ആൻസർ എന്താ നോക്കല്ലേ?
T10 ആണ് UGCയുടെ വെൽഫെയർ ആൻഡ് അലൈഡ് മാറ്റേഴ്സ് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി 1965 ഹെഡ് ചെയ്തിട്ടുള്ളത് T10 ആണ്. ഓക്കെ. The UGC Committee on Welfare and Allied Matters was headed by Dr. Triguna Sen. This committee focused on issues related to student welfare and other allied matters in higher education institutions. Higher education institutions student welfare അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള ഇഷ്യൂസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു ഈ വെൽഫെയർ ആൻഡ് അലൈഡ് മാറ്റേഴ്സ് എന്നുള്ള ഈ കമ്മിറ്റി. ഇത് 1965 വന്നിട്ടുള്ളത്. ഇത് ഹെഡ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ത്രിഗുണ സെൻ ആയിരുന്നു. ഓക്കെ. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1968 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ. ക്വസ്റ്റ്യൻ സ്ലൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷൻ എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വിച്ച് കമ്മിറ്റി സജസ്റ്റഡ് ദ ട്രാൻസ്ഫർ ഓഫ് യൂണിവേഴ്സിറ്റി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ടു കൺകറന്റ് ലിസ്റ്റ്. ഹയർ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് ആക്കണം എന്നുള്ള ഒരു സജഷൻ ഏത് കമ്മിറ്റി ആയിരുന്നു മുമ്പോട്ട് വെച്ചിട്ടുള്ളത്? ഡി പറയുന്നുണ്ട്. എല്ലാരും ഒരേ സ്ഥലത്തിൽ ഡി പറയുന്നു, സി പറയുന്നു. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. PN സപ്രൂ കമ്മിറ്റി. ഓക്കെ. 1944-45 വന്നിട്ടുള്ള സപ്രൂ കമ്മിറ്റിയിലാണ് എന്ത് എഡ്യൂക്കേഷന് ഹയർ എഡ്യൂക്കേഷന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി കൺകറന്റ് ലിസ്റ്റിലേക്ക് ആക്കണം എന്നുള്ളൊരു സജഷൻ വെച്ചിട്ടുള്ളത് ഈ PN സപ്രൂ കമ്മിറ്റിയിലാണ് കേട്ടോ. പിന്നെ ഭക്തവത്സലൻ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ. ഭക്തവത്സലൻ കമ്മിറ്റി എന്തിനെ കുറിച്ച് പഠിക്കുന്നതായിരുന്നു അറിയോ? ഇതിൽ ഭക്തവത്സലം കൊടുത്തത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ശരിക്കും ഭക്തവത്സലം കമ്മിറ്റി എന്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അറിയോ? യെസ് ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, വുമൺ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ഭക്തവത്സലം കമ്മിറ്റി എന്നുള്ളത്. ഓക്കെ. കൊത്താരി കമ്മീഷൻ പിന്നെ നമുക്കറിയാലോ. ഏത് ഇയർ ആണ് കൊത്താരി കമ്മീഷൻ? 1964. യെസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സൗണ്ട് കുറവുണ്ടല്ലേ? ഇപ്പയോ കൂടിയ പോലെ തോന്നുന്നുണ്ടോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ആൻസർ? എന്താണ്?
സി ഡി പറയുന്നുണ്ട്. ഓക്കെ, ആൻസർ നോക്കാം നമുക്ക്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. Okay, University Grants Commission is responsible for framing regulations and setting minimum standards of education in India. അതായത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻസിന്റെ സ്റ്റാൻഡേർഡ്സും മിനിമം സ്റ്റാൻഡേർഡ്സ് അതേപോലെ റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഫ്രെയിം ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നുള്ളത്. അതേപോലെ തന്നെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നുള്ളത് നമുക്കറിയാലോ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കോളേജുകളിലൊക്കെ നാക്ക് വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അസസ്മെന്റ് ചെയ്തിട്ട് അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള കൗൺസിലാണ് ഈ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നുള്ളത്. അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റിംഗ് ഏജൻസിയാണ്. പക്ഷെ അത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത് ലോൺസിലൂടെയാണ്, അല്ലാതെ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കില്ല. ലോൺസിലൂടെയാണ് ഹെഫ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ NIRF എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ് NIRFന്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ടു 6th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കില്ലേ? ഓക്കെ, ഏതൊക്കെ സബ്ജക്ട്സ് ആയിരുന്നു ആൻഷ്യൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയായിരുന്നു? ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കത് തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. പക്ഷെ ലോൺ ആവുന്ന സമയത്ത് എന്താണ്, നമ്മൾ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ പ്രൊജക്ടിന് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനൊക്കെ എന്ത് ചെയ്യും, ലോൺ ആയിട്ടാണ് ഈ ഹെഫ ഹയർ എഡ്യൂക്കേഷൻസിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അതേസമയം ഗ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണെന്നുള്ളതാണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഗ്രാൻഡും ലോണും. ഇതിന്റെ ആൻസർ എല്ലാവരും സി പറയുന്നുണ്ട്. സി ഡി, ലോജിക്കും മെഡിസിനും ഫിലോസഫിയും. ഓക്കെ, ഫിലോസഫി ഒക്കെ എന്തായാലും ഉണ്ടാവും, നമുക്കറിയാലേ. ന്യായ ഫിലോസഫിക്കൊക്കെ പേരുകേട്ട യൂണിവേഴ്സിറ്റി ആയിരുന്നു മിഥില എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ഡി ആണ്, ലോജിക്കും മെഡിസിനും ഫിലോസഫി ആയിരുന്നു അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഷ്യൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സച്ച് ആസ് നളന്ദ, തക്ഷശില, വിക്രമശില ഫോക്കസ്ഡ് ഓൺ സബ്ജക്ട്സ് ലൈക്ക് ലോജിക്, മെഡിസിൻ ആൻഡ് ഫിലോസഫി ഒക്കെ. ദിസ് were core areas of study with well-developed schools and scholars dedicated to their study and teaching. അതേസമയം എൻവയോൺമെന്റൽ സയൻസ്, ജേർണലിസം ഒന്നും പഠിപ്പിച്ചതിന്റെ ഒരു എവിഡൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following was a pertinent observation of the Indian Education Commission 1964? 1964 ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനിലെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാണ് ഈ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964? യെസ്, കൊത്താരി കമ്മീഷൻ. ആൻസർ എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പിരമിഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ബീയിങ് റിപ്ലേസ്ഡ് ബൈ എ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ. കുറച്ചും കൂടി അഡാപ്റ്റബിലിറ്റിക്കും ആക്സസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അതുവരെ ഉണ്ടായിരുന്ന ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ മാറി, അല്ലെങ്കിൽ പിരമിഡ് ടൈപ്പ് ഓർഗനൈസേഷൻ മാറി എന്താണ് ഫ്ലാറ്റ് ടൈപ്പ് ഓർഗനൈസേഷൻ വേണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ് ഈ ഒരു കൊത്താരി കമ്മീഷൻ വെച്ചിട്ടുള്ളത്.
Okay, the Kothari Commission identified the need for structural reforms to make the education system more dynamic and less hierarchical, promoting better access and adaptability. അപ്പോൾ ബെറ്റർ ആക്സസിനും അഡാപ്റ്റബിലിറ്റിക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിന് മാറി കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറാണ് വേണ്ടത് എന്നുള്ള ആ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. This was essential to align education with the national development goals and to create a system more responsive to the diverse needs of students and society. Other points, options like universities paying global in character, foreign funding for Indian students, or job guarantees for all graduates were not among the key observations or recommendations of the commission. It means എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ത് അതായത് നമ്മൾ ഹൈറാർക്കിക്കൽ ഓർഡർ, അതായത് ഹൈറാർക്കിക്കൽ ഓർഡർ പിരമിഡ് ഓർഡറിലാവുന്ന സമയത്ത് എന്താണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം ടോപ്പിലുള്ള ആൾക്കാരിൽ നിന്ന് സമ്മതമൊക്കെ കിട്ടിയിട്ട് വേണ്ടേ. അപ്പം അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് മാറി ഒരു ഫ്ലാറ്റ് ടൈപ്പ് ഓർഗനൈസേഷൻ വേണമെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒന്ന് കാണിക്കണം ചോദിച്ചിട്ടുണ്ട്. ഹൈറാർക്കി ആകുമ്പോൾ അതന്നെ ഈക്വലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാവർക്കും ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ. പിന്നെ മാച്ച് ദ ഫോളോവിങ് വന്നിട്ടുണ്ട്. സ്കോളേഴ്സിന്റെ പേര് അവരുടെ വർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി പറയുന്നു എല്ലാവരും. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി തന്നെയാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇത് അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ളത് ആരാണ്? അർത്ഥശാസ്ത്ര കൗടില്യൻ. കൗടില്യന്റെ മറ്റൊരു പേരെന്താണ്? യെസ്, ചാണക്യൻ, കൗടില്യൻ ആൻഡ് വിഷ്ണുഗുപ്ത. ഇത് 3 പേരിലും അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ളത്. നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് വിഷ്ണുഗുപ്ത എന്നുള്ള പേര്. പിന്നെ ബ്രഹ്മഗുപ്ത എഴുതിയിട്ടുള്ള ടെക്സ്റ്റാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്നുള്ളത്. പിന്നെ നാഗാർജുന എഴുതിയിട്ടുള്ള ടെക്സ്റ്റാണ് രാസരത്നാകര എന്നുള്ളത്. ബൗദ്ധയാന എഴുതിയിട്ടുള്ള ടെക്സ്റ്റാണ് സുൽഭസൂത്ര. ഓക്കെ, Bodhayana is known for the Sulva Sutra, which is an ancient text on geometry related to art of construction in Vedic rituals. അതായത് വേദിക് റിച്വൽസിന് വേണ്ടിയിട്ടുള്ള ഫയർ ആൾട്ടേഴ്സ് ഉണ്ടല്ലോ, തീകുണ്ടങ്ങൾ, അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജിയോമെട്രിയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റാണ് സുൽഭസൂത്ര എന്നുള്ളത്. നാഗാർജുന ദ സ്കോളർ അസോസിയേറ്റഡ് വിത്ത് ആൽക്കമി ആൻഡ് മെഡിസിൻ ഓതേർഡ് രാസരത്നാകര. ഈ ഒരു ക്വസ്റ്റ്യന് വീണ്ടും ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാഗാർജുന ഒക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നുള്ളത്. സോ അദ്ദേഹം കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് രാസരത്നാകര എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. സിഗ്നിഫിക്കന്റ് ട്രീറ്റീസ് ഇൻ ദ ഫീൽഡ് ഓഫ് രാസശാസ്ത്ര. പിന്നെ ബ്രഹ്മഗുപ്ത എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ആണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്തിക എന്നുള്ളത്. ഈ ഒരു ടെക്സ്റ്റ് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ആണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്തിക എന്നുള്ളത്. പിന്നെ വിഷ്ണുഗുപ്ത എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ആണ് അർത്ഥശാസ്ത്ര. അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ക്രാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടെക്സ്റ്റ് ആണ് അർത്ഥശാസ്ത്ര എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UGC ചെയർപേഴ്സൺസിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെഷൻ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. 22 ക്വസ്റ്റ്യൻസ് ആയില്ലേ.
4 മണി വരെ ആയിരുന്നു സെഷൻ ഉണ്ടായിരുന്നത്. കുറച്ച് ടൈം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കോ? ഒരു മിനിറ്റ്. പ്രീവിയസ് സ്ലൈഡ് ആണോ? ഇതാണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മൂവ് ചെയ്യട്ടെ. യെസ്, ഇതിന്റെ ആൻസർ എന്തായിരുന്നു? ഡി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ആൻസർ എന്താണുള്ളത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ആദ്യത്തേത് മാധുരി ആർഷയാണ്. ഒരു മിനിറ്റ്. യെസ്, UGCയുടെ ചെയർപേഴ്സന്റെ ആ ഒരു ഇയേഴ്സ് ആണ്. ആദ്യം വരുന്നത് മാധുരി ആർഷയാണ്. അദ്ദേഹം വരുന്നത് 1981 മുതൽ 1986 വരെ. പിന്നെ വരുന്നത് യശ്പാൽ ആണ് 1986 മുതൽ 1991. പിന്നെ മൻമോഹൻ സിംഗ് 1991. അതായത് ചെറിയൊരു ഒരു ഡ്യൂറേഷനിൽ മാത്രമാണ് മൻമോഹൻ സിംഗ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വരുന്നത് ജി റാം റെഡ്ഡി, അദ്ദേഹം 1991 to 1995. പിന്നെ ആത്മൈറ്റി എസ് ദേശായി, അദ്ദേഹം 1995 to 1999. ഇപ്പോഴത്തെ ആരാണ് ഇപ്പോഴത്തെ UGC ചെയർമാൻ? ഇപ്പോഴത്തെ അറിയോ ആർക്കെങ്കിലും? ഓക്കെ, ഇപ്പോഴത്തെ സൗണ്ട് ജഗദീഷ് എന്ന് പറയും. മമതല ജഗദീഷ് കുമാർ മാറിയില്ലേ ഇപ്പം? യെസ്, ജോഷി അല്ലേ? വിനീത് ജോഷിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. യെസ്, വിനീത് ജോഷിയാണ് ഇപ്പോഴത്തെ UGC ചെയർമാൻ. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ആളായിരുന്നു ജഗദീഷ് കുമാർ, മമതല ജഗദീഷ് കുമാർ എന്നുള്ളത്. മമിതാലയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹണ്ടർ കമ്മീഷൻ വാസ് ദ ബ്രെയിൻ ചൈൽഡ്. ആരുടെ ഐഡിയ ആണ് ഹണ്ടർ കമ്മീഷൻ എന്നുള്ളത്? ആരുടേതാണ്? ഓപ്ഷൻ ബി പറയുന്നുണ്ട്, ഡി പറയുന്നുണ്ട്. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലോർഡ് റിപ്പൺ ആണ്. റിപ്പണിന്റെ ഐഡിയ ആണ് ഈ ഹണ്ടർ കമ്മീഷൻ എന്നുള്ളത്. 1882 ഹണ്ടർ കമ്മീഷൻ വരുന്നത്. ഒരു കാലഘട്ടത്തിലെ വൈസ്രോയി ആയിട്ടുള്ളത് ലോർഡ് റിപ്പൺ ആണ്. അതേസമയം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് വരുന്നത് ആര കാലഘട്ടത്തിലാണെന്നറിയും? ഏത് ഈ ഓപ്ഷനിലുള്ള ഒരാളാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ള വൈസ്രോയി? യെസ്, കേഴ്സൺ. ലോർഡ് കേഴ്സൺ ആണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് വർഷങ്ങൾക്ക് മുമ്പ് 1882 റിപ്പൺ വരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഹണ്ടർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹണ്ടർ കമ്മീഷൻ വാസ് ദ ബ്രെയിൻ ചൈൽഡ് ഓഫ് ലോർഡ് റിപ്പൺ, then Viceroy of India. It was appointed in 1882 to evaluate the state of education in India, particularly focusing on the implementation of Woods Dispatch of 1854. 1854 Woods Dispatchന്റെ അതിൽ വന്നിട്ടുള്ള റെക്കമെൻഡേഷൻസ്, ഇംപ്ലിമെന്റേഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലോർഡ് റിപ്പൺ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ എന്നുള്ളത്. 1882 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the correct chronological order of the establishment of following universities. ഓക്കെ, സിമ്പിൾ ആൻസർ ക്വസ്റ്റ്യൻ ആണല്ലേ. കാരണം ഏറ്റവും ആദ്യം വന്ന യൂണിവേഴ്സിറ്റി ഏതാ? അതുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിൽ എത്താം. കാരണം ഓപ്ഷൻസ് കുറേ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല.
ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. കാരണം ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ് 1857. സോ ഇവിടെ ഓപ്ഷൻസിൽ നോക്കുന്ന സമയത്ത് ഡി ഫസ്റ്റ് വരുന്ന ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഡി ആണ്. ഓക്കെ, നമ്മളെ എക്സാമിന് സമയത്തും ഇതേപോലെ നമുക്ക് കുറെ ടൈം എന്ത് ചെയ്യാം, ലാഭിക്കാന്നുള്ളതാണ്. വേറെ ബാക്കിയുള്ളതൊന്നും നോക്കി പോകേണ്ട ആവശ്യമില്ലല്ലോ. സോ കൽക്കട്ട യൂണിവേഴ്സിറ്റി വരുന്നത് 1857 പഞ്ചാബ് യൂണിവേഴ്സിറ്റി 1882 അലഹാബാദ് യൂണിവേഴ്സിറ്റി വരുന്നത് 1887 ഇനി ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക, ഈ ഒരു SNDT വുമൻസ് യൂണിവേഴ്സിറ്റിയും പട്ന യൂണിവേഴ്സിറ്റിന്റെ ആയിരിക്കും. ഓക്കെ, SNDT വുമൻസ് യൂണിവേഴ്സിറ്റി 1916 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, പട്ന യൂണിവേഴ്സിറ്റി 1917. ഓക്കെ, സ്ലൈഡ് പ്ലീസ്. ഏത് സ്ലൈഡാണ് ഇതോ അതോ ക്വസ്റ്റ്യൻ ഉള്ള സ്ലൈഡാണോ? ഓക്കെ, ഇത് രണ്ടും ഇപ്പൊ നല്ല കഴിഞ്ഞില്ലേ? കാരണം ഈ കൽക്കട്ട യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നില്ലേ, അലഹാബാദ് യൂണിവേഴ്സിറ്റി അതേപോലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി. അപ്പം കഴിഞ്ഞ സെഷനിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. സോ കൽക്കട്ട യൂണിവേഴ്സിറ്റി 1857 അത് കഴിഞ്ഞിട്ട് പഞ്ചാബ് യൂണിവേഴ്സിറ്റി 1882 വരുന്നുണ്ട്, അലഹാബാദ് യൂണിവേഴ്സിറ്റി 1887 വരുന്നുണ്ട്, SNDT 1916, പട്ന യൂണിവേഴ്സിറ്റി 1917. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ? ക്വാളിറ്റി അഷുറൻസുമായി ബന്ധപ്പെട്ട് UGC റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ആൻസർ എന്താണ്? യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, CDE. ഓക്കെ, അഡോപ്ഷൻ ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസ് TQM. ഓക്കെ, ഈ പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ്? സസ്റ്റൈനിങ് ക്വാളിറ്റി ത്രൂ ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇന്നോവേഷൻസിലൂടെയും അതേപോലെ ക്രിയേറ്റിവിറ്റിയിലൂടെയും നമ്മുടെ ക്വാളിറ്റി സസ്റ്റെയിൻ ചെയ്യുക. പിന്നെ എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്യൂട്ടബിൾ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ സിസ്റ്റം. സ്യൂട്ടബിൾ ആയിട്ടുള്ള അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതൊക്കെയാണ് UGC റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി അഷുറൻസിൽ UGCന്റെ റെക്കമെൻഡേഷൻസ് എന്നുള്ളത്. Adoption of total quality management practices, sustaining quality through innovations and creativity, and establishment of suitable assessment and accreditation system. Okay, ഇത് മൂന്നുമാണ് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള UGCന്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ? The Sridhanya Katak University attained a celebrity status during the period of ആരെ പീരിയഡിലാണ് ശ്രീധന്യ കട്ടക് യൂണിവേഴ്സിറ്റി സെലിബ്രിറ്റി സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്തിട്ടുള്ളത്? യെസ്, ആൻസർ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സേജ് നാഗാർജുനന്റെ ടൈമിലാണ് ശ്രീധന്യ കട്ടക് യൂണിവേഴ്സിറ്റി എന്താ പറയുക സെലിബ്രിറ്റി സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്യുന്നത്. During the period of Sage Nagarjuna, Nagarjuna was a prominent Indian philosopher and founder of Madhyamaga School of Mahayana Buddhism. ബുദ്ധിസത്തിലൊരു സെക്റ്റാണ് മഹായാന ബുദ്ധിസം എന്നുള്ളത്. അതിലെ മധ്യമാഗ സ്കൂൾ ഫൗണ്ട് ചെയ്തിട്ടുള്ള ആളാണ് നാഗാർജുന. ലിവിംഗ് അറൌണ്ട് ദ 2nd century CE, his philosophical contributions and the spread of Mahayana Buddhism significantly elevated the status of Sridhanya Katak University. Sridhanya Katak University സ്റ്റാറ്റസ്
ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നാഗാർജുനന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസൻസ് ആയിരുന്നു. ഓക്കെ, അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മഹായാന ബുദ്ധിസത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 27th ക്വസ്റ്റ്യൻ. ഓക്കെ, നാഗാർജുന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നാഗാർജുന ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഇവിടെ എന്താണ് നമുക്ക് ഓപ്ഷൻ എന്നുള്ളത് കൺഫ്യൂസിങ് അല്ല അല്ലെ. ആര്യഭട്ട ആസ്ട്രോണമി ആണ് അല്ലെ, അത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പം അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ആര്യഭട്ട ആസ്ട്രോണമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്കോളറാണ് ആര്യഭട്ട. കനാദ അറ്റോമിക് സർജറി, കനാദിന്റെ ഫിലോസഫി ഏതാണെന്ന് അറിയോ? ഏത് ഫിലോസഫിയുടെ ഫൗണ്ടറാണ്? യെസ്, നാഗാർജുന ആൽക്കെമി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കനാദ ഏത് ഫിലോസഫിയുടെ ഫൗണ്ടറാണ്? ആറ്റോമിക് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫി ഉണ്ട്, ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി നോക്കാം. Aryabhatta was an ancient Indian mathematician and astronomer who made a significant contribution to astronomy, including planetary calculations and trigonometry. Okay, trigonometry അതേപോലെ planetary calculation, astronomy-ലും ഒക്കെ മാത്തമാറ്റിക്സിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു ആസ്ട്രോണമർ ആണ് ആര്യഭട്ട എന്നുള്ളത്. കനാദ എന്നുള്ളത് വൈശേഷിക സ്കൂൾ ഓഫ് ഫിലോസഫി, വൈശേഷിക സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ ഫൗണ്ടർ ആണ് കനാദ എന്നുള്ളത്. ഈ വൈശേഷിക സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ പറയുന്ന തിയറിയാണ് ആറ്റോമിക് തിയറി. സോ കനാദയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറിയാണ് ആറ്റോമിക് തിയറി എന്നുള്ളത്. പിന്നെ സുശ്രുത ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സർജറി. ഇന്ത്യൻ സർജറിയുടെ ഫാദർ ആണ് സുശ്രുത എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് സുശ്രുത സംഹിത എന്നുള്ളത്. അദ്ദേഹം ഈ ഒരു ടെക്സ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർജിക്കൽ ടെക്നിക്സും ആൻഡ് മെഡിസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റിൽ അദ്ദേഹം പറയുന്നത്. Nagarjuna was an alchemist and a philosopher known for his works related to alchemy and metallurgical science. അപ്പം കെമിസ്ട്രി അല്ലെങ്കിൽ ആൽക്കമി മെറ്റലർജിക്കൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ഫിലോസഫർ കൂടിയാണ് എന്നുള്ളതാണ്. ഫോളോവിംഗ് ആണ്. വീണ്ടും സ്കോളേഴ്സും അവരുടെ അവരുടെ സ്പെഷ്യലൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് കൗടില്യനൊക്കെ എത്ര പ്രാവശ്യമല്ലേ ചോദിക്കുന്നത്? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിലൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല കൗടില്യ, കാരണം നമ്മളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് തന്നെ എന്താ ചെയ്യാം, കൗടില്യന്റെ 3 പേരുകളെ കൗടില്യന്റെ ബുക്ക് നമ്മൾ പഠിച്ചില്ലേ. ബ്രഹ്മഗുപ്ത നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ബ്രഹ്മസ്ഫുട സിദ്ധാന്ത പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ആയ ബ്രഹ്മസ്ഫുട സിദ്ധാന്ത പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ബ്രഹ്മഗുപ്ത എന്നുള്ളത് ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. പിന്നെ കൗടില്യ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ആണ് അർത്ഥശാസ്ത്ര പതഞ്ജലി യോഗ. പതഞ്ജലിയുടെ ബുക്ക് ഏതാണ്, ടെക്സ്റ്റ് ഏതാണെന്നറിയോ പതഞ്ജലിയുടെ? ഈ ടെക്സ്റ്റ് ഒക്കെ മറ്റേ ടെക്സ്റ്റുകളൊക്കെ ചോദിച്ച സ്ഥിതിക്ക് മഹാഭാസ്യ പതഞ്ജലിയുടെ ടെക്സ്റ്റ് ആണ്. ചരക, ചരക ഒരു ഫിസിഷ്യൻ ആയിരുന്നു. ഓക്കെ, ചരകയുടെ ടെക്സ്റ്റിന്റെ പേരെന്താ? ചരകയുടെ ടെക്സ്റ്റ് എന്താണ്? ചരകയുടെ ടെക്സ്റ്റ് യെസ്, ചരക സംഹിത. ഓക്കെ, മെഡിക്കൽ ട്രീറ്റീസ് ആണ് ഈ ചരക സംഹിതയിൽ പറയുന്നത്. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following were the initiatives taken during the third 5-year plan? Third 5-year പ്ലാനിൽ
എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? എന്താണ്? ലാസ്റ്റ് സ്ലൈഡ്. ലാസ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് നീക്കട്ടെ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്ലൈഡ് എടുക്കട്ടെ? നമുക്ക് ആൻസർ എന്താ നോക്കാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബി ആൻഡ് ബി, സി, ഡി. അതായത് പ്രൊവിഷൻ ഫോർ കറസ്പോണ്ടൻസ് കോഴ്സ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അഡീഷണൽ കോളേജസ് ഇൻക്ലൂഡിംഗ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജസ്, പിന്നെ അപ്പോയിന്റ്മെന്റ് ഓഫ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ടെക്നിക്കൽ എഡ്യൂക്കേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ അപ്പോയിന്റ് ചെയ്യാം. During the India's third five-year plan, significant education initiatives were undertaken with the aim of expanding access to education and improving technical and higher education. അതിൽ പറയുന്ന പ്രൊവിഷൻസ് ആണ്. Provision for correspondence course was introduced to make education more accessible to people who could not attend regular classes due to employment, geographical constraints or other reasons. Correspondence course എന്താണെന്ന് അറിയില്ലേ? എന്താണ് correspondence course? ടെക്സ്റ്റുകൾ നമുക്ക് ഇങ്ങോട്ട് അയക്കും, നമ്മൾ വീട്ടിലേക്ക് പഠിക്കാം ഓൺലൈനായിട്ട്. യെസ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. സോ കറസ്പോണ്ടൻസ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെന്താണ്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻസിന്റെ അസസ്മെന്റ്, അതേപോലെ അവിടുത്തെ കാര്യങ്ങൾ അസസ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ അപ്പോയിന്റ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഈ തേർഡ് 5-year പ്ലാനിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The Committee for Establishment of a National Open University was headed by. ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി, ആരായിരുന്നു അതിന്റെ ഹെഡ് എന്നുള്ളത്? ഓപ്ഷൻ എ, ബി. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ജി പാർത്ഥസാരഥിയുടെ ഹെഡ് ചെയർമാൻഷിപ്പിൽ സാരഥിയുടെ ചെയർമാൻഷിപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മിറ്റിയാണ് ഈ ഇഗ്നോന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ജി പാർത്ഥസാരഥിയുടെ ഹെഡ് ചെയർമാൻഷിപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്മിറ്റി. 1974 ഈ ഒരു കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് എപ്പോഴാണ് ഇഗ്നോ വരുന്നത്? 1974 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് ഇയർ ആണ് ഇഗ്നോ വന്നിട്ടുള്ളത്? നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. യെസ്, 1985 കേട്ടോ. 1957 അല്ല, 1985 ഇഗ്നോ വരുന്നത്. അപ്പം അതിന് 11 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് 1974 ഇങ്ങനെ ഒരു ഇഗ്നോ തുടങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയും അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ജി പാർത്ഥസാരഥി ആയിരുന്നു. ഓക്കെ ഓക്കെ അല്ലേ? സോ നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹെൽപ്ഫുൾ ആയിരുന്നു ഈ സെഷന്? മനസ്സിലായിട്ടുണ്ടായിരുന്നു? PPT, ഓക്കെ, PPT ഞാൻ
ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓ സ്ലൈഡ് അല്ല, ഒരു മിനിറ്റ്, ഞാനിപ്പോ ഒരു മിനിറ്റ്. ഞാൻ മറന്നു പോയതാ. ഏതാണ്? PDF അവൈലബിൾ 8th ക്വസ്റ്റ്യൻ ആണോ? മിനിറ്റ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഏതാണ് വേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ഏതാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. 8th അല്ലേ? സൊല്യൂഷനോ എക്സ്പ്ലനേഷൻ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ. ഓക്കെ ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിന്റെ എക്സ്പ്ലനേഷൻ. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ. ഞാൻ PDF ഗ്രൂപ്പിൽ ഷെയർ ആക്കാൻ നോക്കട്ടോ. അതാവും നല്ലത് എനിക്ക് തോന്നുന്നു. 30 ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. 13th ക്വസ്റ്റ്യൻ ആണോ? 8th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലായിരുന്നു. 8th ക്വസ്റ്റ്യൻ എന്താ? അതിന്റെ എക്സ്പ്ലനേഷൻസ് ഇതാവുണ്ടോ? നമുക്കൊരു സെഷൻ ഇവിടെ 13th to 17th. Yeah. 13 11th ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ഇതാ. 12th ഞാൻ ഗ്രൂപ്പിൽ ഇടാൻ നോക്കട്ടെ കേട്ടോ. th 14th ഇതിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ അല്ലേ? ഞാനിങ്ങനെ പോകുന്നുണ്ട്.
24 വരെയല്ല നമ്മളോട് ചോദിച്ചത്. ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ? നമുക്ക് ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു എവ്രിവൺ.